സ്വന്തം കൂട്ടുകാരോട് ഒരു കൂറും കാണിക്കാതെ ദ്രോഹിച്ചു കൊന്ന ഒരാളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അപ്പോൾ വെൽക്കം ടു 10th പാർട്ട് ഓഫ് അക്കാത്സുകി ഫയൽസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടെയിൽലെസ് ടെയിൽ ബീസ്റ്റ് ആയ കിസാമെ ഹോഷിഗാക്കി പറ്റിയാണ്. പക്ഷെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു സീരീസിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട. കിസാമെ കിരിഗാക്കുരെ അല്ലെങ്കിൽ വില്ലേജ് ഓഫ് ദ ഹിഡൻ മിസ്റ്റിലെ ഒരു ലോയൽ ഷിനോബി ആയിരുന്നു. നല്ല ക്രൂവൽ ചരിത്രമുള്ള ഒരു വില്ലേജ് കൂടിയായിരുന്നു അത്. വില്ലേജിലെ സീക്രട്സ് ലീക്ക് ആവാതിരിക്കാൻ സ്വന്തം കൂട്ടുകാരെ പോലും കൊന്നുകളയാൻ വേണ്ടിയിട്ടുള്ള ഘോരമായ ഓർഡേഴ്സ് ആയിരുന്നു അവന് ലഭിച്ചത്. പക്ഷെ തന്റെ സ്വന്തം ലീഡർ അല്ലെങ്കിൽ മിസുഗ തന്നെ ഒരു ട്രൈറ്ററും കളിപ്പാവുമാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ വിശ്വാസം തന്നെ പൂർണ്ണമായി തകർന്നു. ആ ഒരു നിരാശ കൊണ്ടാണ് അവൻ നാട് വിട്ട് അക്കാത്സുകി പോയി ജോയിൻ ചെയ്തത്. അക്കാത്സുകിയിൽ അവന്റെ പാർട്ട്ണറായിട്ട് വന്നത് ഇറ്റാച്ചി ഉച്ചിഹ ആയിരുന്നു. ഇനി ഇവർ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. കാരണം രണ്ടുപേരും സ്വന്തം ആൾക്കാരെ കൊന്നിട്ട് ജീവിക്കുന്ന ഒരു ഗിൽറ്റിലായിരുന്നു. അവന്റെ ഉള്ളിൽ ഭീകരമായ ചക്ര റിസർവ്സും പിന്നെ സാമേഹാത സോഡും കാരണം അവനെ ലോകം മുഴുവൻ ടെയിൽലെസ് ടെയിൽ ബീസ്റ്റ് അല്ലെങ്കിൽ ടെയിൽലെസ് ജിൻചുരുക്കി എന്നായിരുന്നു വിളിച്ചിരുന്നത്. മാത്രവുമല്ല കിസാമെ ഒരു ഷാർക്കിന്റെ ഫീച്ചേഴ്സ് ഉള്ള മനുഷ്യനുമായിരുന്നു. ആൻഡ് ഏത് വലിയൊരു ശത്രു വന്നാലും അവന്റെ ഫുൾ ചക്ര പൊട്ടൻഷ്യലും എടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ മൈറ്റ് ഗേ അവനെ തോൽപ്പിച്ച് എനിമി സീക്രട്സ് പുറത്തെടുക്കാൻ നോക്കിയപ്പോൾ കിസാമെ തന്റെ സ്വന്തം നാവ് തന്നെ കടിച്ചു മുറിച്ചു. അതിനുശേഷം സ്വന്തം ഷാർക്സിനെ വിളിച്ചു വരുത്തി അവരുടെ തീറ്റിയായി സ്വയം തന്നെ തിന്നു മരിച്ചു. മരിക്കുന്ന സമയത്ത് ഇറ്റാച്ചിയുടെ വാക്കുകളും അവൻ ഓർമ്മ വന്നു. ഈ ഒരു ക്യാരക്ടറിനെ പറ്റി ഇത്രമാത്രം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് ക്യാരക്ടർ ഓഫ് ദിസ് ഓർഗനൈസേഷൻ.